Hello everyone, welcome back to Borma Fresh. Black Forest, ഫ്ലേക്കി ആപ്പിൾ സ്ട്രുഡൽ, ലിൻസർ കുക്കീസ് എന്നീ ഡെസേർട്ട് ഐറ്റംസിൻ്റെ നാടായ ജർമ്മനിയിൽ നിന്ന് തന്നെയാണ് ടീ കേക്ക്സിൽ പ്രധാനിയായ മാർബിൾ കേക്കിൻ്റെ തുടക്കവും. ആദ്യ കാഴ്ചയിൽ തന്നെ മറ്റു കേക്കുകളിൽ നിന്നും മാർബിൾ കേക്കിനെ വ്യത്യസ്തമാക്കുന്നത് ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും മാർബിൾ എഫക്റ്റാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സോഫ്റ്റും മോയിസ്റ്റിയുമായിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. 125 ഗ്രാം പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 100 ഗ്രാം ബട്ടർ, പിന്നെ പാല് വേണ്ടത് 1/8 കപ്പാണ്. വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിൽ ചേർത്ത് നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു സ്പൂൺ കൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കുക. ഇനി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഒരു ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ഫ്ലഫി ആക്കി എടുക്കുക. പാത്രം തല കീഴായി മറിച്ചാലും താഴെ വീഴാത്ത അത്ര സ്റ്റിഫായിരിക്കണം ഇത്. പിന്നെ യോക്കിൻ്റെ ഒരു അംശം പോലും എഗ് വൈറ്റിൽ ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റിഫായി കിട്ടില്ല. ഇതിനി അനക്കാതെ മാറ്റി വയ്ക്കുക. അടുത്തതായി എഗ് യോക്ക് ബീറ്റ് ചെയ്യാം. ഇത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതൊന്ന് പെയിൽ യെല്ലോ കളറായി വന്നു കഴിഞ്ഞാൽ ബൗളിൻ്റെ സൈഡ്സ് എല്ലാം ഒരു സ്പാച്ചുല കൊണ്ട് ക്ലിയർ ചെയ്ത ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്ത് ബൗളിൻ്റെ സൈഡ് ക്ലിയർ ചെയ്ത് ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈദ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മൈദ മിക്സായി വന്ന ശേഷം പാല് കുറേശ്ശെയായി ചേർത്ത് അടിച്ച് മയപ്പെടുത്തിയെടുക്കണം. ഇതിപ്പോൾ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് ബാറ്റർ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. ബാറ്റർ ഇതുപോലെ സ്മൂത്തായി വന്നു കഴിഞ്ഞാൽ ആദ്യം അടിച്ച് സ്റ്റിഫാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റിൻ്റെ പകുതി ഈ ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്പാറ്റുല കൊണ്ട് ബൗളിൻ്റെ സൈഡ്സ് എല്ലാം ക്ലിയർ ചെയ്തെടുക്കുകയും വേണം. ബാക്കിയുള്ള എഗ് വൈറ്റ്സ് വാനില മിക്സിലേക്ക് ചേർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. സൈഡും അതിനുശേഷം ക്ലിയർ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ഷെയ്ഡ്സിലുള്ള ബാറ്ററും റെഡിയാണ്. മാർബിൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെക്കുക. റൗണ്ട് ടിൻ ആണെങ്കിലും എടുക്കാം, പക്ഷെ പീസാക്കി എടുക്കാൻ ഏറ്റവും നല്ലത് സ്ക്വയർ ടിന്നാണ്. അതുപോലെ തന്നെ 2 ബാറ്ററും 2 പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, മെസ്സി ആവുകയും ഇല്ല. ആദ്യം വാനില ബാറ്റർ അവിടെ ഇവിടെയായി പൈപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇടയിലായി വീഡിയോയിൽ കാണുന്ന പോലെ ചോക്ലേറ്റ് മിക്സ് പൈപ്പ് ചെയ്തെടുക്കുക. ബാറ്റർ ഫുള്ളായി കേക്ക് ടിന്നിൽ പൈപ്പ് ചെയ്ത ശേഷം ഒരു സ്ക്യൂവർ കൊണ്ട് ഇതുപോലെ കേക്ക് ബാറ്ററിൽ വരഞ്ഞു കൊടുക്കുക. സ്വിൽസ് ഫോം ചെയ്യുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി ടാപ്പ് ചെയ്ത ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനി കൂളാവാനായി മാറ്റി വയ്ക്കുക. കൂളായ ശേഷം സൈഡിലുള്ളതും താഴെയുള്ളതുമായ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. ഇനി ഇത് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 12 അത്യാവശ്യം വലിപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ചായക്കൊപ്പം കഴിക്കാൻ ഒരുപാട് പേരിഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റും സ്പോഞ്ചിയും മോയിസ്റ്റുമായിട്ടുള്ള മാർബിൾ കേക്ക് റെഡിയാണ്. ഇതുണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവരും ഈ ക്രിസ്മസ് സീസണിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. കഴിയുമെങ്കിൽ ബോർമ ഫ്രഷിൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.